കേരളത്തിലെ മുഖ്യമന്ത്രി നിർണയം സംബന്ധിച്ച വിമർശനവുമായി ബി.ജെ.പി നേതാവ് അമിത് മാളവ്യ നേരത്തെ വിഷ്ണു തത്സമയം വന്നപ്പോൾ ആ വാർത്ത സൂചിപ്പിച്ചതാണ്. സുപ്രധാന തീരുമാനങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ അധികാരം കുറയുന്നു, മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം വ്യക്തമായി എന്നുമാണ് എക്സിലൂടെ അമിത് മാളവ്യയുടെ വിമർശനം. വിഷ്ണു നേരത്തെ അത് സൂചിപ്പിച്ചിരുന്നു ആ വിമർശനത്തിന്റെ കാര്യം. ഇതിപ്പോ അമിത് മാളവ്യയിൽ നിന്ന് മാത്രമാണോ അതോ ബി.ജെ.പിയുടെ പല കോണുകളിൽ നിന്നും ഇത്തരം വിമർശനങ്ങളുണ്ടോ? ദിവീഷ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസിന് വാങ്ങേണ്ടി വന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള കെ.സി. വേണുഗോപാലിന്റെ പ്രവേശനം കൂടിയാണ്. അതിനുവേണ്ടിയുള്ള മത്സരത്തിലേക്കുള്ള കെ.സി. വേണുഗോപാലിന്റെ പ്രവേശനം കൂടിയാണ്. എന്തായാലും ഈ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചില്ല. പാർട്ടിക്കുള്ളിൽ രാഹുൽ ഗാന്ധിയുടെ ഹോൾഡ് കുറയുന്നു എന്നാണ് അമിത് മാളവ്യയുടെ വിമർശനം. മുസ്ലിം ലീഗിന് വഴങ്ങിയാണ് മുസ്ലിം ലീഗിന് പ്രിയപ്പെട്ട ഒരു ആളെ തന്നെ നേതാവായി പ്രഖ്യാപിച്ചത്. രാഹുൽ ഗാന്ധിയുടെ സ്വന്തം ഇഷ്ടത്തിലുള്ള അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വളരെ അടുപ്പമുള്ള കെ.സി. വേണുഗോപാലിനെ പോലും മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിക്കാൻ നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്ന വിമർശനമാണ് പറയുന്നത്. മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ഇതിനോടകം തന്നെ വ്യക്തമായി എന്നും അമിത് മാളവ്യ വിമർശിക്കുന്നുണ്ട്. കെ.സി. വേണുഗോപാലിന്റെ കാര്യത്തിൽ മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ അനിശ്ചിതത്വം തുടരുകയാണ് എന്നും അമിത് മാളവ്യ വിമർശനം ഉന്നയിക്കുകയാണ്. നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ബി.ജെ.പിയുടെ എല്ലാ നേതാക്കളും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. മുസ്ലിം ലീഗാണ് അവിടെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രചരണം അത് തീർത്തും രാഷ്ട്രീയമാണോ അല്ലെങ്കിൽ സതുദ്ദേശപരമാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം അത് വ്യക്തമായ സൂചനകൾ നൽകിക്കൊണ്ട് അമിത് മാളവ്യയുടെ എക്സ്പോസ്റ്റിൽ ഉൾപ്പെടെ അതൊരു മതനിരപേക്ഷ ചേരിയുടെ ഭാഗമല്ല എന്ന തരത്തിലുള്ള പരാമർശമെല്ലാം ഉണ്ട്. അപ്പോൾ അത്തരം വിമർശനങ്ങളാണ് ഇപ്പോൾ ബി.ജെ.പി ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാലിൻ്റെ എല്ലാം തന്നെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള ശ്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബി.ജെ.പി ഇത് ദേശീയ തലത്തിൽ പോലും വലിയ ക്യാമ്പയിനായി കൊണ്ടു നടക്കുന്നത്. ശരിയാണ്, അത് രാഷ്ട്രീയമാണ്. ഏത് വിഷയവും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ്. അതിപ്പോൾ നിലവിൽ തന്നെ അങ്ങനത്തെ ഒരു നറേറ്റീവൊക്കെ കേരളത്തിൽ രൂപപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഏത് രീതിയിലാണ് ബി.ജെ.പി രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുക, അതിനെ എങ്ങനെ കോൺഗ്രസ് ഫലപ്രദമായി കൗണ്ടർ ചെയ്യുമെന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്.